വിശുദ്ധ ഖുർആനിലെ ഒരു അത്ഭുതകരമായ ഒരു ആയത്തുണ്ട്. സൂറത്ത് സുമറിലെ 53-ാമത്തെ ആയത്താൻ അല്ലാഹു തആല പറയുന്നു, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അത്ഭുതകരമായ ആയത്താണ്. ഈ ചെറിയ ആയത്തിൽ അള്ളാഹു 4 കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. എത്ര വലിയ പാപം ചെയ്ത വ്യക്തിയാണെങ്കിലും അവരെ നിരാശപ്പെടരുതെന്നും അവരെ പൂർണ്ണമായ അർത്ഥത്തിൽ അള്ളാഹു സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്നു എന്നുമുള്ള ഒരു സുവിശേഷമാണ്, ഒരു പ്രത്യാശയുടെ പ്രതീക്ഷയുടെ പൊൻകിരണങ്ങളാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മുടെ മുമ്പിലേക്ക് വെച്ച് നീട്ടുന്നത്. അള്ളാഹു പറഞ്ഞു, ഖുൽ നബിയേ പറയുക, യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, വലിയ വലിയ പാപങ്ങൾ ചെയ്തുകൊണ്ട് സ്വന്തത്തോട് അക്രമം കാണിച്ച എന്റെ പൊന്നടിമകളെ, വലിയ തെറ്റുകൾ ചെയ്തിട്ട് പോലും അള്ളാഹു ആ കുറ്റവാളികളെ, ആ അപരാധികളെ അള്ളാഹു അഭിസംബോധന ചെയ്യുന്നത് എന്റെ പൊന്ന ദാസന്മാരെ എന്നാണ്. വലിയ തെറ്റ് ചെയ്തിട്ട് പോലും അള്ളാഹുവിന് അവനോട് യാതൊരു ദേഷ്യവുമില്ല. നമ്മൾ അങ്ങനെയല്ല. മക്കൾ നമ്മുടെ കൽപ്പനയ്ക്ക് വിപരീതമായി പ്രവർത്തിച്ചാൽ നമ്മൾ ആദ്യം പറയുന്ന വാക്ക് നീ എന്റെ മോനല്ല, നീ എന്റെ മോളല്ല എന്നുള്ള വാക്കായിരിക്കും. ശരിയല്ലേ? അള്ളാഹു പറയുകയാണ്, എന്റെ പൊന്നടിമകളെ, എത്ര വലിയ തെറ്റുകൾ ചെയ്തിട്ടും അള്ളാഹു വിളിക്കുന്നത് എന്റെ പൊന്നദാസന്മാരെ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. രണ്ടാമത് അല്ലാഹു പറഞ്ഞു, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാവരുത്. ഒന്നാമത് അല്ലാഹു സ്നേഹത്തോടുകൂടി വിളിച്ചു. രണ്ടാമത് അല്ലാഹു പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തു പോയല്ലോ, ഞങ്ങളുടെ കാര്യം തീർന്നു, ആരും ഞങ്ങളെ സ്വീകരിക്കാനുണ്ടാവൂല, അല്ലാഹു ഞങ്ങളെ തള്ളിക്കളയും എന്ന നിരാശയുടെ ഒരു ശബ്ദം നിങ്ങളിൽ നിന്നുണ്ടാവരുത്. നിങ്ങളെ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. എന്റെ കാരുണ്യം വിശാലമാണ്. ആ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും നിരാശരാവരുത്. രണ്ടാമത് അല്ലാഹു പറഞ്ഞു. മൂന്നാമത് അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ്, തീർച്ചയായും അല്ലാഹു പാപങ്ങൾ പൊറുക്കുന്നവനാണ്. മൂന്നാമത്തെ അല്ലാഹുവിന്റെ വാഗ്ദാനം, അല്ലാഹു പാപങ്ങൾ പൊറുക്കും. നാലാമത് അല്ലാഹു പറഞ്ഞു, ജമീഅ, എല്ലാ പാപങ്ങളും അല്ലാഹു പൊറുക്കുന്നതാണ്. എല്ലാം അല്ലാഹു പൊറുക്കും, ഒന്നും അല്ലാഹു ബാക്കി വെക്കൂല. നിങ്ങൾ ചെയ്തു പോയ പാപത്തിന്റെ പേരിൽ പിന്നീട് ഒരു കണക്ക് ചോദിക്കലില്ല, ഒരു വിചാരണയില്ല. അതുകൊണ്ട് എന്റെ പൊന്നടിമകളെ, എന്റെ നല്ലവരായ ദാസന്മാരെ, എന്റെ കാരുണ്യം വിശാലമാണ് കേട്ടോ, നിങ്ങൾ എന്റെ അടുക്കലേക്ക് വരൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്.